വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ ഇഷ്ടമൊന്നുമല്ല, നിൻ്റെ ഇഷ്ടം എന്നിലാകട്ടെ എന്ന് നമ്മൾ പാടാറുണ്ട്. എന്നാൽ ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി നാം വിധേയപ്പെടാറുണ്ടോ? ദൈവ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു കർദിനാൾ വൗക്കൻ. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ലൈഫ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ താൻ എഴുതിയ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: ദൈവം എനിക്ക് എത്ര താലന്ത് തരുവാൻ ഇച്ഛിക്കുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്നാൽ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് എന്നെ ഏൽപ്പിക്കുന്ന താലന്ത് ഇരട്ടിയാക്കുന്നതിനുള്ള കൃപ തരണമേ എന്ന. അത് ശരിയാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഒരു പട്ടക്കാരനാകുവാനുള്ള ആയുസ്സും ആരോഗ്യവും അനുവാദവും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിൽ തന്നെയും എന്നിൽ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവം അനുവദിക്കുന്നില്ല എങ്കിൽ തന്നെയും എൻ്റെ ഇഷ്ടമല്ല, അവൻ്റെ ഇഷ്ടത്തിൽ ഞാൻ വിധേയനാകുന്നു. ദൈവ ഇഷ്ടത്തിൽ തന്നെ വിധേയപ്പെടുത്തി നൽകിയ വൗക്കൻ ഒരു വൈദികനായി, മെത്രാനായി, ഒടുക്കം കർദിനാളായി. നമ്മുടെ ഇച്ഛയെ ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തുമ്പോൾ മാത്രമേ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും അവന് വേണ്ടി ഫലം കായ്പാനും കഴിയും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ എല്ലാം ശരിയായി വിനിയോഗിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ നാം അധികത്തിന് വിചാരകരാകും. ഒടുക്കം യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. എന്നാൽ തത്വദീക്ഷയില്ലാതെ പ്രവർത്തിച്ചാൽ ദുഷ്ടനും കൊള്ളരാത്തവനുമേ എന്ന മുദ്രകുത്തി യജമാനൻ്റെ സന്തോഷത്തിൽ നിന്ന് നമ്മെ പുറത്താക്കുകയും ചെയ്യും. 10 റാത്തൽ വെള്ളി 10 ദാസന്മാർക്ക് വ്യാപാരം ചെയ്യുവാനായി നൽകിയ യജമാനൻ്റെ ഉപമയാണ് ലൂക്കോസ് 19:11 മുതൽ 27 വാക്യങ്ങൾ. വെള്ളി ലഭിച്ച 2 ദാസന്മാർ വ്യാപാരം ചെയ്ത് 10ഉം 5ഉം റാത്തൽ കൂടി നേടി. അവർ കഴിവുകൾ ശരിയായി വിനിയോഗിച്ചതിനാൽ അധികത്തിന് വിചാരകരാകുകയും യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഒരു ദാസൻ തനിക്ക് ലഭിച്ച വെള്ളി കൊണ്ട് വ്യാപാരം ചെയ്യാതെ തത്വദീക്ഷയില്ലാതെ പ്രവർത്തിച്ചതിനാൽ യജമാനൻ്റെ സന്തോഷത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. നാം ജീവിക്കുന്ന സമൂഹവും സഭയും ദൈവത്തിൻ്റെ ഭവനമാണ്. ഈ ഭവനത്തിലെ കാര്യവിചാരകന്മാരായി നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ എല്ലാം തന്നെ ദൈവത്തിന് വേണ്ടി വ്യാപാരം ചെയ്ത് ഫലം നേടിയെടുക്കുവാൻ നാം തയ്യാറായാൽ ഒടുക്കി യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിപ്പാൻ സാധിക്കും എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ വിവിധങ്ങളാണ്. നല്ല കാഴ്ചശക്തി, നല്ല ശ്രവണശക്തി, നല്ല ബുദ്ധിവൈഭവം, പാടുവാനുള്ള കഴിവ്, നല്ല ശബ്ദം, സമയം, സമ്പത്ത്, ജോലി, ഇവയൊക്കെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളാണ്. അവയെല്ലാം വ്യാപാരം ചെയ്യുവാനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഫ്രാൻസിസ് റിറ്റ്ലി ഹെവർഗാൾ രചിച്ച പ്രസിദ്ധമായ കീർത്തനമാണ് സ്വീകരിക്കൻ ജീവനെ നിനക്കായി എൻ യേശുവേ എന്നത്. ഈ കീർത്തനത്തിൽ എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ നാവ്, എൻ്റെ സ്വരം, എൻ്റെ കർണം, എൻ്റെ കണ്ണ്, എൻ്റെ ബുദ്ധി, എൻ്റെ ഹൃദയം, എൻ്റെ സമ്പത്ത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം അവസാനം പ്രകാരമാണ് പറയുന്നത്: എന്നെ തന്നെയും നീ എനിക്ക് തന്നതെല്ലാം നിനക്കായി സമർപ്പിക്കുന്നു എന്ന്. ഇവയെല്ലാം നീ എനിക്ക് തന്ന താലന്തുകളാണ്. അവയെല്ലാം കർത്താവിനായി ഏൽപ്പിച്ച് കൊടുക്കുന്നു. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് സാത്താനായിരുന്നു നമ്മെ നയിച്ചിരുന്നത്. അപ്പോൾ സാത്താൻ്റെ രാജ്യവ്യാപ്തിക്കായി നമ്മുടെ താലന്തുകൾ ചിലവഴിച്ചിരുന്നു. എന്നാൽ ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇനി നാം നമുക്കുള്ളവരല്ല, കർത്താവിനുള്ളവരാണ്. അതിനാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ താലന്തുകളും കർത്താവിന് വേണ്ടി വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്യണം. താലന്തുകൾ വെറുതെ നിയന്ത്രണം കൂടാതെ വ്യാപാരം ചെയ്യരുത്.
അത് മനോഹരമായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായി വ്യാപാരം ചെയ്യണം. ഇന്ന് നമ്മെ ഓരോരുത്തരെയും കാര്യവിചാരകന്മാരായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഭവനത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും കാര്യവിചാരകന്മാരാണ് നാം. അതുകൊണ്ട് വിശ്വസ്ത കാര്യവിചാരകന്മാർ ആയിരിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് 19 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപമയിൽ വിശ്വസ്ത കാര്യവിചാരകന്മാർക്ക് പ്രതിഫലം നൽകി ആദരിക്കുന്ന കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും അവഗണിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളെ സ്വന്തം ഇഷ്ടമനുസരിച്ച് വിനിയോഗിക്കുന്നവരെ കർത്താവ് വിളിക്കുന്നത് ദുഷ്ടനെ എന്നായിരിക്കും. നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക എന്ന് യജമാനൻ ആവശ്യപ്പെടുന്ന ഒരു ദിവസം ഉണ്ട്. ലൂക്കോസ് 16:2. അന്ന് ശരിയായ വിശ്വസ്തയോടുകൂടിയ ഒരു കണക്ക് നൽകുവാൻ നമുക്ക് കഴിയുമോ? കർത്താവേ, എൻ്റെ താലന്തുകളെ നിനക്കായി വ്യാപാരം ചെയ്ത് നിൻ്റെ സന്തോഷത്തിൽ പ്രവേശിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.